മേടം, മകരം, കുംഭം എന്നീ 3 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അതും മണിക്കൂറുകൾക്കുള്ളിൽ. ഇത് നിങ്ങളുടെ ജീവിതത്തിന് പുതുജീവൻ നൽകാൻ പോകുന്നു എന്ന് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നീതിയുടെ ദേവനായിട്ടാണ് ശനിയെ കണക്കാക്കുന്നത്. ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിന് ഏകദേശം 2.5 വർഷത്തെ സമയമാണ് ശനിക്ക് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ശുക്രൻ എല്ലാ മാസവും അതിൻ്റെ രാശിമാറ്റം നടത്തുന്നുണ്ട്. ഈ രാശിമാറ്റങ്ങളൊക്കെ വലിയ രീതിയിൽ ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. നിലവിൽ ശനി മീനൻ രാശിയിലും ശുക്രൻ മേടൻ രാശിയിലുമാണ് നിലകൊള്ളുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ജൂൺ 7-ന് 2 ഗ്രഹങ്ങളും പരസ്പരം 30 ഡിഗ്രിയിൽ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുമൂലം ദ്വാദശയോഗം രൂപപ്പെടുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ദ്വാദശയോഗം ഏറെ സവിശേഷതകളുള്ള ഒരു യോഗം തന്നെയാണ്. കാരണം ശനിയുടെയും ശുക്രൻ്റെയും സംയോജനം മൂലമുണ്ടാകുന്ന ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും. ജാതകത്തിൽ 2-ാമത്തെയും 12-ാമത്തെയും ഭാവങ്ങളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ പരസ്പരം 30 ഡിഗ്രി അകലത്തിൽ വരുമ്പോഴോ ആണ് ദ്വാദശയോഗം രൂപം കൊള്ളുന്നത്. ഇവിടെ ഇപ്പോൾ ഈ യോഗത്തിന് കാരണമായിരിക്കുന്നത് ശനിയും ശുക്രനുമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന 3 രാശികൾ, അതായത് മേടം, മകരം, കുംഭം എന്നീ രാശികളിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാരൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ശനി ശുക്ര സംയോജനത്താൽ ഉണ്ടാകുന്ന ദ്വാദശ യോഗത്താൽ വന്നു ചേരുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട്, ശത്രുദോഷങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അത് സാധിക്കുകയും ചെയ്യും. ആദ്യമായി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രക്കാർക്ക് ശുക്രശനി സംയോഗത്താൽ രൂപപ്പെടുന്ന ദ്വാദശയോഗം വളരെയേറെ ഗുണകരമായിരിക്കും. കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് അനുകൂലകരമായിട്ടാണ് ഈ ഒരു യോഗം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ജൂൺ 7 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവും തരുന്ന രീതിയിലാണ് ഈ യോഗം രൂപപ്പെടാൻ പോകുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരും. ജോലി ചെയ്യുന്ന മേഖലയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലകരമായിട്ടുള്ള രീതിയിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ജോലിക്കായി അന്വേഷിക്കുന്നവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ നിങ്ങളെ തേടി വരും എന്ന് തന്നെ പറയാം. ഇക്കൂട്ടരുടെ പല ആഗ്രഹങ്ങളും സഫലമാകാൻ പോവുകയാണ്. ഏറെ നാളായി മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇനി നടന്നു കിട്ടുമെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അനുകൂലകരമായിട്ടാണ് ദ്വാദശയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു വരാൻ പോകുന്നത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി പുരോഗതിയുടെ കാലമാണ്. ഇതുവരെ അനുഭവിച്ചിരുന്നതും അല്ലെങ്കിൽ വന്നിരുന്ന നഷ്ടങ്ങളും ഒക്കെ മാറി നല്ലൊരു രീതിയിൽ ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുപോലെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, ഏറെ പരിശ്രമിച്ചിട്ടും തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ, മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അതിന് വീട് പണി ആയിക്കൊള്ളട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നത് അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു യോഗത്താൽ തെളിഞ്ഞു വരാൻ പോകുന്നത്. ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതം സന്തോഷം നിറഞ്ഞ രീതിയിലാകാൻ പോകുന്നു. ജൂൺ 7 മുതൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും ശനി ശുക്ര സംയോഗത്താൽ രൂപപ്പെടുന്ന ദ്വാദശ യോഗം മൂലം വളരെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇതിലൂടെ അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വരാനും അത് നടക്കാനുമുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ളൊരു സാഹചര്യവും ഈ യോഗത്താൽ വന്നു ചേരും. അതുപോലെ തന്നെ ഏറെ നാളായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും, അതായത് വിവാഹം നടക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്കും ഇനി നല്ല വിവാഹ ആലോചന നിങ്ങൾക്ക് വന്നു ചേരുകയും നല്ലൊരു മനസ്സിനൊത്ത ജീവിത പങ്കാളിയെ ലഭിക്കുകയും കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യവും കാണുന്നു.
അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു തൊഴിൽ മേഖലയിൽ തന്നെ ഉയർച്ചയിൽ കൈവരിക്കുന്നതിനും അതുപോലെ ഉയർന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ കിട്ടുന്നതിനും ശമ്പള വർധനവിനുമുള്ള സമയവും കൂടെ തെളിഞ്ഞു വരുന്നതാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരം തെളിഞ്ഞു വരും. ആ യാത്രകളൊക്കെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഈ കൂട്ടർക്ക് ഇനിയുണ്ടാകും. ജോലിയിൽ പ്രമോഷനൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ മകരം രാശിക്കാരുടെ ജന്മരാശിയിൽ ഈ ഒരു യോഗം തെളിയുന്നതിനാൽ വിവാഹപരമായിട്ട്, അതായത് കുടുംബജീവിതവും വിവാഹപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള അനുകൂല മാറ്റങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന രീതിയിലാവും, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങൾ മാറി നല്ല രീതിയിൽ കുടുംബ അന്തരീക്ഷം വരുന്ന രീതിയിലാവും ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. അടുത്തത് കുംഭൻ രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ 7 മുതൽ രൂപപ്പെടുന്ന ശുക്രശനി ദ്വാദശ യോഗം വളരെ ഗുണകരമായിരിക്കും എന്നതിനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യം വേണ്ട. കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് അത്ര അനുകൂലകരമായിട്ടാണ് ഈ യോഗം സൃഷ്ടിക്കാൻ പോകുന്നത്. ജോലിയിൽ വലിയ വിജയം നേടാൻ സാധിക്കും. കൂടാതെ ജീവിതത്തിൽ സന്തോഷം, വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങൾ എന്നിവയെ നിങ്ങളെ തേടി വരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യോഗം വളരെയധികം അനുകൂലകരമാണ്. പുതിയ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക്, അതായത് ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ആ പരീക്ഷയിൽ പൂർണ്ണ വിജയം കരസ്ഥമാക്കുന്നതിനും റാങ്ക് നേടുന്നതിനുമുള്ള ഭാഗ്യം കൂടെ കാണുന്നു. എന്തുകൊണ്ടും വിജയമാണ്, നേട്ടമാണ്. ഇവരുടെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ കൂടുതൽ പരിശ്രമം നിങ്ങൾ കാഴ്ചവെക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ദ്വാദശ യോഗം നിങ്ങളുടെ കഠിന പരിശ്രമത്തിന് വലിയ ഭാഗ്യം നൽകുന്ന രീതിയിൽ തുണയ്ക്കുന്നതാണ്. ആരോഗ്യം നല്ല രീതിയിൽ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചവർക്കും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന, അതായത് കുംഭൻ രാശിയിൽ പറഞ്ഞിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങൾക്ക് വരെ നല്ല കാലമാണ്. ആ കുടുംബത്ത് ആരെങ്കിലും രോഗദുരിതങ്ങളാൽ വലയുന്നുണ്ടെങ്കിൽ അവരുടെ രോഗങ്ങളൊക്കെ മാറി നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്. മതപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും. ഈശ്വരവിശ്വാസി അല്ലാതിരുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു യോഗം നിങ്ങളുടെ ജന്മരാശിയിൽ തെളിയുന്നതോടുകൂടി നിങ്ങൾ ഈശ്വരവിശ്വാസിയാവുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതിനുള്ള യോഗവും കാണുന്നു. തൊഴിൽപരമായും ബിസിനസ് പരമായും കുടുംബജീവിതത്തിലായാലും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുമെന്നുള്ളത് സത്യമാണ്. ദ്വാദശ യോഗം നിങ്ങളുടെ ജീവിതത്തിനൊരു പുതുജീവൻ നൽകാൻ പോകുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.